CPIM-നെ CPI-മായി വളർത്തിയെടുക്കുന്നതിൽ അതുല്യമായ പങ്കാണ് സഖാവ് VS-ഉം വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ഏടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. നിയമസഭാ പ്രവർത്തനം വളരെ സ്തുത്യർഹമായ രീതിയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. ആ നിയമസഭാ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു നേതാവിനെയാണ് കേരളം ദർശിച്ചത്. എന്നാൽ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും മികവാർന്ന ഘട്ടം വരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ച ഘട്ടമാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഓടിയെത്തി ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ ഇടപെടുകയും തുറന്നു കാണിക്കേണ്ടതിനെ തുറന്നു കാണിക്കുകയും എതിർക്കേണ്ടതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് VS-ലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ പൊതുവെ നമ്മുടെ നാട് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് VS ഉയരുന്നതും ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തുന്നതും ആ ഘട്ടത്തിലാണ്. നമ്മുടെ നാടിൻ്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പിന്നീട് VS എന്തോ നിലപാട് സ്വീകരിച്ചു എന്ന തരത്തിൽ ചില വർത്തമാനങ്ങൾ അടുത്ത കാലത്തായി കേൾക്കുന്നുണ്ട്. എന്നാൽ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നെൽവയലുകൾ നികത്തുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കർഷക തൊഴിലാളികളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നം അതിലുണ്ടെങ്കിലും പരിസ്ഥിതി കേൾക്കുന്ന ആഘാതം തന്നെയാണ് ആ ഘട്ടത്തിലും അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലാകെ ഉന്നയിച്ചിരുന്നത്.